सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्री गुरुभ्यो नमः। हरिः ॐ समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। തപോനിഷട്കം ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പേജ് നമ്പർ 4. വ്യാപ്തം ജഗദ്യേന ചിതാത്മഭാവാത് രജ്വായദാഹിർഹി ചരാചരം യത് സന്യസ്യ സർവം ച സദാത്മഭാവേ സ്വയം സമസ്തം ച ബഭൂവയസ്തു നിസംഗ നിർമുക്തി പദം പ്രപദ്യ ബ്രഹ്മാത്മഭാവേന വിരാജിതോ യഃ ശ്രീ സൗമ്യകാശീശ മഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ നമഃ സ്വാമി തപോവനായ അഖണ്ഡഭാവ ശിവരൂപതത്വ ചിതി സ്വഭാവ പരമാത്മസത്യഃ സത്യസ്യ സത്യസുധിയൈവ ഗമ്യഃ പരപ്രധാനാത് പരമേശ്വരോ യഃ ആദ്യന്തഹീനോ നിരപേക്ഷദീപ്തി സ്വതസ്വരൂപേണ വിഭുല്ലിതോ യഃ ശ്രീ സൗമ്യകാശീശ മഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ നമഃ സ്വാമി തപോവനായ മന്ദും ന ശക്യോ മനസാ കദാചിത് വക്തും ന കേനാപി തദാന വാച ബോധും ച ബുദ്ധ്യാപി തദാന ശക്യോ ബുദ്ധ്യാദിസാക്ഷി ഖലു കേവലോ യഃ സർവേന്ദ്രിയാതീതപദസ്ഥിതോപി സർവേന്ദ്രിയപ്രേരയിതാ പരോ യഃ ശ്രീ സൗമ്യകാശീശ മഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ നമഃ സ്വാമി തപോവനായ. ഞാൻ ചൊല്ലിത്തരാം. ശുദ്ധാദിശുദ്ധം ച സദാ പ്രബുദ്ധോ വിശ്വേശ്വരോ വിശ്വപരപ്രസന്നഃ വ്യാപീ പരബ്രഹ്മണി മോദമാനോ വേദാന്ത
वेदान्तसार सुधियां शरण्यः एको वशी सर्वभूताधिवासः सर्वाधिपः सर्वजीवात्मको यः श्री सौम्यकाशीश महेश्वराय तस्मै नमः स्वामी तपोवनाय तस्मै नमः स्वामी तपोवनाय शुद्धादिशुद्धं च सदा प्रबुद्धो विश्वेश्वरो विश्वपर प्रसन्नः व्यापी परब्रह्मणि मोदमानो वेदान्तसार सुधियां शरण्यः एको वशी सर्वभूताधिवासः सर्वाधिपः सर्वजीवात्मको यः श्री सौम्यकाशीश महेश्वराय तस्मै नमः स्वामी तपोवनाय तस्मै नमः स्वामी तपोवनाय अशब्दमस्पर्शमरूपवच्च तथा रसं नित्यमगन्धवच्च निरञ्जनं नित्यनिरीहमेकम् बुद्धे परं निर्गुणसद्ध्रुवं च गुह्यं गभीरं गगनोपमम्यं गभीरं गगनोपमम्यं पश्यन्ति निर्धूतमलायतीन्द्राः श्री सौम्यकाशीश महेश्वराय तस्मै नमः स्वामी तपोवनाय तस्मै नमः स्वामी तपोवनाय तेजोमयं दिव्यममेय शक्तिं सनातनं शान्तमनामयं च अद्वैतमाश्चर्यमचिन्त्य रूपम् परात्परं नित्यमनन्दमाद्यम् ज्ञानप्रकाशेन विशुद्धसत्त्वः यं पश्यति स्वात्मनि चिन्त्यमानम् श्री सौम्यकाशीश महेश्वराय तस्मै नमः स्वामी तपोवनाय तस्मै नमः स्वामी तपोवनाय ഒരു ചൊല്ലാം तेजोमयं दिव्यममेय शक्तिं सनातनं शान्तमनामयं च अद्वैतमाश्चर्यमचिन्त्य रूपं
പരാത്പരം നിത്യമനന്തമാദ്യം ജ്ഞാനപ്രകാശേന വിശുദ്ധസത്വഃ യം പശ്യതി സ്വാത്മനി ചിന്ത്യമാനം ശ്രീസൗമ്യകാശീശമഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ നമഃ സ്വാമി തപോവനായ. ഇതിൽ ലാസ്റ്റ് ചൊല്ലുമ്പം നമ്മൾ ഒരിക്കൽ കൂടെ ശ്രീ സൗമ്യകാശീശ മഹേശ്വരായ അതും കൂടെ ചൊല്ലും. ഓക്കെ, ലാസ്റ്റത്തെ പ്രാവശ്യം മാത്രം കൃതജ്ഞത. പേജ് 9 ഒരുമിച്ചല്ല. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം സംസ്കൃതേർവീക്ഷ്യഹാനിം ച ഭാരതസ്യ ച ദുസ്ഥിതിം ദ്രവിദം ഹൃദയം യസ്യ വന്ദേഹം തം മഹാമുനിം നിഷ്ക്രിയാ കരുണാ ക്വാപി സഫലാ ന ഭവിഷ്യതി ഇതി മത്വാ സർവദൈവ കർമ്മണി വർത്തതേ യതി സ്വയം കുർവൻ കാരയംശ്ച കർമാണി വിവിധാനി യഃ അസക്തഃ സർവകാര്യേഷു വർത്തതേ സർവദാ ച സഃ ജ്ഞാനയജ്ഞപ്രചാരം ച ബ്രഹ്മചാരി പ്രശിക്ഷണം ശ്രുതിസ്മൃതിപുരാണാദി വ്യാഖ്യാഗ്രന്ഥപ്രകാശനം ബാലകേഷു ച സംസ്കാരോ വിചാരോ യുവകേഷു ച ധർമ്മനിഷ്ഠാ ദേശഭക്തിഃ ലോകസേവാ തഥൈവ ച യഥാ വൃദ്ധിം പ്രാപ്നുവന്തി തഥാ യജ്ഞം കരോതി സഃ സർവദാ സർവഭാവേന സദ്ഗുരുർനോ യതീശ്വരഃ യേ ഗുണാ സർവശാസ്ത്രേഷു വർണ്യന്തെ ബ്രഹ്മജ്ഞാനിനാം തൈരയം സർവതാ പൂർണ്ണോ രാജത്തെ സർവയോഗിനാം നിർഗുണേ നിശ്ചലാ നിഷ്ഠ സഗുണേ സരസാരതിഃ സംഗമോ മധുരശ്ചായം ദേശികേനോ മഹാത്മനി അനേകജന്മാർജിത പുണ്യപ്രാപ്തഃ മയാ ഗുരുര്യോ ജഗതി പ്രസിദ്ധഃ യസ്യ പ്രസാദേന മനഃ പ്രശാന്തം ബഭൂവമേതം ശിരസാ നമാമി കൃതജ്ഞതായാ ച ഹൃദി സ്ഥിതാ മേ വക്തും ന ശക്യാ ഖലു യജ്ഞതോപി ഗുരോ പ്രസീദ കൃപയാ വിദേഹി ത്വത്പാദഭക്തിം പരമാനുരക്തിം ത്വത്പാദഭക്തിം പരമാനുരക്തിം. ഉപദേശസാരം. ധ്യാന ശ്ലോകം എടുക്കാം. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ധ്യാനം. അന്തര്യശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജത്തെ വിനമതാം അജ്ഞാനമുന്മൂലയൻ പശ്യൻ വിശ്വമപീതമുല്ലസതി യോ വിശ്വസ്യ പാരേ പരഃ തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ
കർത്തുരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജടം കൃതിമഹോദതൗ പതന കാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം കായവാങ്മന കാര്യമുത്തമം പൂജനം ജപ ചിന്തനം ക്രമാത് പൂജനം ജപ ചിന്തനം ക്രമാത്. എന്തായിരുന്നു നമ്മൾ കണ്ടത്? നമ്മൾ വേദാന്തം എന്താണ് എന്ന് കണ്ടു. വേദാന്തം എന്താണ്? നമ്മളെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ശാസ്ത്രമാണ് എന്ന് കണ്ടു. ചിന്തനം എന്തിനാണ് എന്ന് കണ്ടു. എന്തിനാണ്? വീണ്ടും വീണ്ടും നമ്മളിത് ഓർത്താൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് വെറും തിയറിറ്റിക്കൽ നോളേജ് അല്ല, മറിച്ച് എന്താണ്, ഇത് നമുക്ക് അനുഭവമാകേണ്ട അറിവായതുകൊണ്ട് വീണ്ടും വീണ്ടും ചിന്തനം വേണം എന്ന് കണ്ടു. ഉപദേശസാരം എന്താണെന്ന് കണ്ടു. എന്താണ്? എല്ലാ ഉപദേശങ്ങളുടെയും എസൻസ് ആണെന്ന് കണ്ടു. അതേപോലെ എന്തിനാണ് എന്ന് കണ്ടു. എന്തിനാണ് ഉപദേശസാരം? ഇത് നമ്മൾ നേരിട്ട് പഠിക്കുന്നു, പക്ഷേ ആ ഉപദേശസാരം ഉണ്ടാകാനുള്ള കഥയൊക്കെ നമ്മൾ കണ്ടു, വൃത്തിയായിട്ട് കണ്ടു. എങ്ങനെയാണ് അത് രമണ മഹർഷി എഴുതിയത്, അല്ലെങ്കിൽ എന്താണ് ആദ്യം കർമ്മയോഗത്തിനെ പറ്റി പറയാൻ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് കണ്ടു. നമ്മൾ കർമ്മയോഗത്തിനെ പറ്റിയും കണ്ടു. ആദ്യത്തെ ഉപദേശം കർമ്മയോഗ ആയിരുന്നു എന്നാണ്. അപ്പോൾ കർമ്മയോഗത്തിനെ നമ്മൾ കാണുകയും ചെയ്തു. എന്താണ് കർമ്മയോഗം? കാരണം കർമ്മത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എത്ര ഇല്ല എന്നെല്ലാം പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നു എന്നല്ല, പിന്നെയോ ഫലത്തിൽ, കർമ്മത്തിൻ്റെ ഫലം ഇന്നത് വേണം, അന്നത് വേണം, അത് വേണം, ഇത് വേണം, അതാണ് നമ്മുടെ സന്തോഷത്തിനെയും ദുഃഖത്തിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ആ കർമ്മത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ആദ്യം മാറ്റേണ്ടതായിട്ടുള്ള പ്രശ്നം ആ അഴുക്കാണ്, മല ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ ഈ മലയൊക്കെ വന്നേ? മലം, അതേപോലെ തന്നെ ആവരണം, വിക്ഷേപം എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? കഴിഞ്ഞ മാസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കർമ്മയോഗം ചെയ്യുന്നത് നമ്മുടെ വാസനകളാകുന്ന അഴുക്കിനെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആധ്യാത്മിക പാതയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ആദ്യം വേണ്ടത് ചിത്തശുദ്ധിയാണ്. ഈ ശുദ്ധി എങ്ങനെ ഉണ്ടാകുക? ഞാൻ ഈശ്വരാർപ്പണമായിട്ട് പ്രസാദ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ അഴുക്കുകൾ, എൻ്റെ സ്വാർത്ഥത, ആ സ്വാർത്ഥതയാണ് ടെക്നിക്കലി ഇവർ വാസന എന്നോ അല്ലെങ്കിൽ മലം എന്നെല്ലാം വിളിക്കുക. ഈ സ്വാർത്ഥത ഇല്ലാതെയാകാൻ വേണ്ടിയിട്ട് ഞാൻ കർമ്മയോഗമെന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിനെ അല്ലെങ്കിൽ ആ കർമ്മത്തിനെ ഞാൻ ചെയ്യും. അപ്പം ഈ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നമ്മൾ ചെയ്യണം. കാര്യം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല. കാര്യം നമ്മൾ ജനിച്ചുപോയി, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യണം. അതായത് ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബെസ്റ്റ് ചെയ്യണം എന്നാ പറയുന്നത്. ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടെന്ന് തിന്നണം എന്നുള്ളതാണ്. ഇതിന് രണ്ട് അഭിപ്രായമുണ്ട്. എനിക്ക് കൂടെയും എന്താണ്, നമ്മൾ ചെയ്യാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചെയ്യണം. അപ്പോൾ കർമ്മത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കർമ്മയോഗമാണ്. ആ കർമ്മയോഗത്തിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ അത് മുക്തിയെ നൽകുന്നതാണ്. നമ്മൾ കണ്ടു. ഓക്കെ, എന്താണ് കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി. ഇത് നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷവും നമ്മൾ എടുത്തു വെക്കണം. അത് ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴായിക്കോട്ടെ, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, സമൂഹത്തിൽ ഇടപെടുന്ന സമയത്തായിക്കോട്ടെ, ഇതൊക്കെ ഈ പൂജ്യ ഗുരുദേവൻ പ്രതിജ്ഞയിൽ പറയും, എന്താണ്, എടുക്കുന്നതിലധികം കൊടുത്തും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. ഇത് നമ്മൾ നയിക്കുന്നു, പ്രസന്റ് ടെൻസ് ആണേ. അപ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് നയിക്കുന്നു എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നയിക്കണം എന്നാണ് അതിൻ്റെ താല്പര്യം. ഓക്കെ, ഇത് കർമ്മയോഗത്തിൻ്റെ ജീവിതമാണ്. ഈ ഒരു ജീവിതം എന്താ? എടുക്കുന്നതിലധികം കൊടുക്കുന്നതും അനുഭവിക്കുന്നതിൽ കൂടുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതും ആ ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ആ ഉത്കൃഷ്ട ജീവിതം എന്ന് പറയുന്നതാണ് കർമ്മയോഗത്തിൻ്റെ ജീവിതം. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. എന്നിട്ടോ രണ്ടാമത്തെ വഴിയിലേക്ക് നമ്മൾ കടന്നു, ഭക്തിയോഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഭക്തി എന്താണെന്ന് കണ്ടു. എന്താ? ഉയർന്നതിനോടുള്ള സ്നേഹമാണ് ഭക്തി. ഉയർന്നതിനോടുള്ള സ്നേഹം.
ഈ ഉയർന്നതിനോടുള്ള സ്നേഹം അത് ആ ഈശ്വരനെ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? കാര്യം അത് നമ്മൾ കർമ്മയോഗം തീർന്ന സമയത്ത് കണ്ടു. ഇതെല്ലാം നൽകുന്നത് ഭഗവാനാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ തോന്നും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ മാത്രം പോരാ, പിന്നെയോ നമ്മൾ ആ ഭഗവാനിലേക്ക് ആ ഭക്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തണം. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ഈ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുടെ ടെമ്പർമെൻറ്റുകൾ വ്യത്യസ്ത ആയതുകൊണ്ട് തന്നെ സാധനങ്ങളും വ്യത്യാസമായിരിക്കും. ഓക്കെ, പക്ഷേ ഈ ഭക്തി സാധന എന്തിനാണ്? ഒറ്റ കാര്യം, ഭഗവാനോട് നമ്മളെ ചേർത്തിരുത്താനാണ്. ഓക്കെ, അതിനാണ് ഈ ഭക്തി സാധനങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ഭക്തിയുടെ 2-3 ഡെഫിനിഷൻസ് കണ്ടു. ഒന്ന് ഭാഗാത് ഭക്തി എന്ന് കണ്ടു. എന്താ ഭാഗാത് ഭക്തി? ഭഗവാന്റെ പക്ഷം പിടിക്കുകയാണ്. ഞാൻ നല്ലതിൻ്റെ പക്ഷമാണ്, ഞാൻ ഭഗവാനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇതാണ് ഒരു തരം. എന്ന് ഭജ് സേവായ അതാണ് ഉണ്ട്. എന്താ, ഭഗവാൻ എനിക്കിതെല്ലാം നൽകുമ്പോൾ എനിക്ക് തിരിച്ചങ്ങോട്ട് സേവിക്കാതിരിക്കാൻ പറ്റില്ല എന്നാ. അങ്ങനെ വേണം എന്നാ. ഇത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ ശരിക്കും ആലോചിച്ചാൽ ഈ കിട്ടുന്നത് മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ശരിക്കും ആലോചിക്കാത്തതാണ് ഇതൊക്കെ ഞാനാണ് ഇവിടെ അധികാരി, എന്നാ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറയുന്നത്. ഇനി സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ല എന്നാ. സമൂഹം എനിക്ക് എത്ര കൂടുതൽ നൽകുന്നുണ്ട് എന്നെല്ലാം നമ്മൾ കാണും. ഓക്കെ, അങ്ങനെ അല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും വളർന്നു വരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പറ്റില്ല, സത്യമായിട്ടും പറ്റില്ല. പക്ഷേ നമ്മളെന്താ പറയും, സെൽഫ് മെയ്ഡ് മാൻ ആണെന്നെല്ലാം പറയും, ചുമ്മാതാ. ഓക്കെ, ഇപ്പം ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയാതെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ സേവിച്ചു തുടങ്ങും. ഭജ സേവായാം എന്നുള്ള രീതിയിൽ. പിന്നെ ഭഞ്ജനാത് ഭക്തി, ഇതാണ് വേണ്ട. എന്താ, പൊട്ടിക്കും. ഭക്തി എന്താ? പൊട്ടിക്കും. എന്തിനെ പൊട്ടിക്കും? നമ്മുടെ റോങ് നോഷൻസിനെ, തെറ്റായിട്ടുള്ള ചിന്തകളെ. അതായത് ഞാനിപ്പം വ്യത്യാസം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരുമായിട്ട് വ്യത്യാസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തകളെയൊക്കെ മാറ്റി എല്ലാം ആ ഈശ്വരൻ തന്നെയാണ് എന്നതിലേക്ക് നമ്മളെ ഉയർത്തും ഭക്തി. നമുക്കെല്ലാവർക്കും നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നമുക്കൊരു വരം കിട്ടാനാണ്. എനിക്ക് പണ്ടോട്ടെ കൊച്ചിലെ തൊട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, എങ്ങാനും ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് വരം വേണം. അപ്പോൾ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കുന്ന വരം വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷെ അതിനേക്കാളുപരി ആചാര്യന്മാർ പറയുക, ഭക്തി ഉണ്ടാകണം എന്നുള്ളൊരു വരം വേണം എന്നാണ്. ഭക്തി എന്ന് പറഞ്ഞത് സ്നേഹം തന്നെ. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത്ര ഗംഭീരമായിരിക്കും എന്നറിയാമോ. ഭക്തി എന്നെല്ലാം കേൾക്കുമ്പോൾ ചില ആൾക്കാർ എന്ന് പറയും തോന്നും. കാര്യം ആ രീതിയിലാണ് ഭക്തിയെ ഇന്ന് വിവക്ഷിക്കുന്നതും ആൾക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ എല്ലാവരെയും സ്നേഹിക്കണം എന്നെല്ലാം പറയുന്ന സമയത്ത് അത് പറയാൻ മാത്രമേ ചില സമയത്ത് പറ്റുള്ളൂ. പക്ഷെ അത് സാധിക്കണം എന്നാണ്. ഒരു ഭക്തൻ, യഥാർത്ഥ ഭക്തന് അത് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണുക. ഓക്കെ, അതാണ് നമ്മൾ കാണാൻ പോവാം. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു എന്താണ്? കായ വാങ് മനസ്സ്. കായ വാങ് മനസ്സ്, ഇത് മൂന്നും എങ്ങനെ? പൂജ ജപ ചിന്ത, ഇതിൻ്റെ ക്രമമായിക്കൊണ്ട് നമ്മൾ ചെയ്യണം. കാര്യം എന്താ? നമുക്ക് 3 ഉപകരണങ്ങളാണുള്ളത്. ഒന്ന് മനസ്സുണ്ട്, വാക്കുണ്ട്, ശരീരമുണ്ട്. ഓക്കെ, കായം എന്ന് പറഞ്ഞാൽ ശരീരം, വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക്. ഓക്കെ, മനസ്സെന്ന് പറയുന്നത് മനസ്സ്. ഇത് മൂന്നും അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ്, സട്ടിലിറ്റിയുടെ ഒരു ഓർഡർ അനുസരിച്ച്, ഗ്രഡേഷൻ അനുസരിച്ചിട്ടാണ് ശരീരം കൊണ്ട് പൂജയും വാക്കുകൊണ്ട് ജപവും മനസ്സുകൊണ്ട് ചിന്തയും ചെയ്യണം. ഇങ്ങനെ ചെയ്യും. കായ വാങ് മനസ് കാര്യമുത്തമം പൂജനം ജപ ചിന്തനം ക്രമാത്. ഈ ക്രമമായിട്ട് നമ്മളത് ചെയ്യണം. കാര്യം അങ്ങനാണ് നല്ലത്. ഇല്ലെങ്കിലോ ഇത് കുളമാകും. ചില സമയത്ത് കുളമാകും. അങ്ങനെയാണ്. ഓക്കെ, മറ്റേ പറയുന്നില്ല, അവന് ആ ഒരു പക്വതയില്ലാതെ ചില കാര്യങ്ങൾ കയറി പിടിച്ചിട്ട് കുളമായി പോയി. ഇല്ല, പതുക്കെ 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 നമ്മൾ ഉയർന്നു വരണം. ഈ ആധ്യാത്മിക പാതയിൽ ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ടുകൾ എടുക്കുമ്പം എവിടെങ്കിലും പോയി ഇടിക്കും. കാര്യം ഇത് പുറത്തുനിന്ന് ഒരാൾ നോക്കിയല്ലല്ലോ മാർഗിടുന്നത്. നമ്മൾ തന്നെ നമ്മളെ നോക്കിയിട്ടും അല്ല മാർഗിടുന്നത്. നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ടാണ് ആ മാർക്ക് തന്നെ വീഴുക ചെയ്യുക. ഞാൻ ഇത്രയും വലിയ ചന്ദനക്കുറിയെ തൊട്ടുകൊണ്ട് നടക്കുകയാണ്, എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമായിരിക്കും. ഞാൻ എത്രത്തോളം ആധ്യാത്മികമായിട്ട് വളർന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് പോലും പറയാൻ പറ്റത്തില്ലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? പതുക്കെ 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 ഉയർന്നു വരാൻ മാത്രം അതിനുള്ള ശ്രമം നടത്താനേ പറ്റുള്ളൂ. വേറെ ആൾക്കാർ എന്നെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതല്ല എൻ്റെ ആധ്യാത്മിക വളർച്ച എന്ന് ഓർത്തോണം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പടിപടിയായിട്ട് വളരാൻ ശ്രമിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് എളുപ്പ വഴിക്ക് പോകത്തില്ല.
ഓക്കെ, അപ്പം പൂജനം, ജപ, ചിന്തനം ആ ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ പോയി തുടങ്ങും എന്നാണ്. ഓക്കെ, പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തുടങ്ങാൻ പോകുന്ന പൂജയാണേ. ഓക്കെ, എന്താ പൂജ? ആചാര്യന്മാർ പറയും, വേദവ്യാസി പറയും, പൂജാദിഷു അനുരാഗ ഇത് പാരാശര്യ. നാരദഭക്തി സൂത്രത്തിൽ നാരദൻ പറയും, വേദവ്യാസന്റെ അഭിപ്രായത്തിൽ എന്താണ്? പൂജാദിഷു അനുരാഗ, പൂജ അനുരാഗത്തിനെ കൊണ്ടുവരും എന്നാണ്. അനുരാഗം സ്നേഹത്തിനെ കൊണ്ടുവരും. അതല്ലെങ്കിലോ അനുരാഗമുള്ളവരാണ് പൂജ ചെയ്യുക, സ്നേഹമുള്ളവരാണ് പൂജ ചെയ്യുക. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? പറഞ്ഞുതരാം. പൂജ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക എന്നാണ് താല്പര്യം. നമ്മൾ സാധാരണ പൂജ എന്ന് പറയുമ്പോൾ ഉടനെ മണി വേണം, മറ്റേ ഇത് വെക്കണം, അതൊക്കെയാണെന്നല്ലേ നമ്മൾ കാണുവേ. എന്താണ് അതിനൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണും. എങ്കിൽ കൂടെ എന്താ പൂജ എന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മറ്റേ മലയാളികളാണെങ്കിൽ കളം വരയ്ക്കുക, മറ്റേ കുറേ വിളക്കത്തിച്ച് വെക്കുക, ചന്ദനത്തിരി ഇതെല്ലാം വെച്ചിട്ട് ഒഴിയുക, ഇതൊക്കെയാണെങ്കിലും പൂജയുടെ സാമാന്യ താല്പര്യം എന്താണ്? ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഞാൻ പൂജിക്കുന്നു ഒരാളെ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പരമപൂജ്യ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ എന്താ? ആ ബഹുമാന സൂചനയാണ്. അപ്പം എനിക്കൊരാളോട് ബഹുമാനം ഉണ്ട് എങ്കിൽ, സത്യത്തിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അയാളോട് ഇടപെടുക? ഓട്ടോമാറ്റിക്കലി ഞാൻ അതിനുണ്ടായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യും. ഓക്കെ, അപ്പം ഈ ബഹുമാനം ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും? അയാളെ ബഹുമാനിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആണോ അല്ലയോ? അതെ, മലയാളികൾ മുണ്ടഴിച്ചിടും, അല്ലെങ്കിൽ എഴുതി തേക്കും. ഓക്കെ, ഇനിയോ വേറൊരു കാര്യമുണ്ട്. ചിലപ്പം നമുക്ക് ബഹുമാനിക്കേണ്ട ആളാണോ എന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ആചാര്യന്മാർ എന്ത് ചെയ്തു? നമ്മളെ കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കും. ഇത് പതുക്കെ ചെയ്ത് എന്ത് പറ്റും? നമുക്ക് ആ ബഹുമാനം, ആ സ്നേഹം ഉണ്ടായിട്ട് വരും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ഗംഭീര ഉദാഹരണം എന്താ? ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. എന്താ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ പ്രത്യേകത? പണ്ടത്തെ കാലത്ത് ഈ അറേഞ്ച്ഡ് മാരേജസ് ഇല്ലേ, ഇപ്പോഴത്തേത് അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള പേരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഉണ്ട് എങ്കിൽ കൂടി വലിയ ഒരു പരിചയമില്ലാത്ത 2 പേരാണ് ഒരുമിച്ച് വരുന്നത്. ഓക്കെ, പക്ഷെ അവർക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. സമൂഹം കൽപ്പിച്ചു കൊടുത്തതാണെന്ന് പറയപ്പെടുന്ന ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ കൂടെ ഇവർ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? പതുക്കെ അവർ ആ സ്നേഹത്തിലേക്ക് വഴുതി വീഴും എന്നൊക്കെയാണ് വെപ്പേ. ഇനി ആരും എൻ്റെ ഇടി ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. പക്ഷെ അങ്ങനാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനായിരുന്നു. ഓക്കെ, ഒരു പരിചയമില്ലാത്ത 2 പേരെ നമ്മൾ ചില റൂൾസിൽ കൂടെ നടത്തി കഴിയുന്ന സമയത്ത് അവർ കൊണ്ടും കൊടുത്തും അവർ ഒരുമിച്ച് നടന്നു തുടങ്ങും. ആ സ്നേഹം കൈമാറി തുടങ്ങും. ഓക്കെ, നമ്മൾ കൊച്ചുകുട്ടികളെ ഒരു ബോധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ബോധമല്ല, ഒന്നും ഒരു അറിവില്ലാത്ത LKG പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ മറ്റേ ദേശീയ ഗാനം ചൊല്ലുന്ന സമയത്ത് അറ്റൻഷനായിട്ട് നിർത്തിക്കും. അവനറിയത്തില്ല എന്തിനീ അറ്റൻഷനായിട്ട് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇത് നമ്മൾ സ്ഥിരമാക്കുമ്പോൾ പിന്നെ ചോദിക്കും എന്തിനാണ് ചെയ്യുന്നത്? അത് നമ്മൾ ദേശീയ ഗാനം ചെയ്യുമ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കണം. ഓക്കെ, അതെന്തിനാ? അത് നമ്മുടെ ദേശീയ ഗാനമാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. ഇവനൊരു ഫീലിംഗ് കാണത്തില്ല. മനസ്സിലായില്ലേ? ആകെ കൂടി ഈ കുട്ടി കണ്ടേക്കുന്നത് എന്താണ്? വീടും ഈ സ്കൂളും മാത്രമായിരിക്കും. ഇവന് ഈ ഭാരതം എന്താണെന്നൊന്നും അറിയത്തില്ലേലും നമ്മൾ ഈ ഒരു ആചരണം പതുക്കെ നടത്തുന്ന സമയത്ത് അറിയാതെ ഒരു ബഹുമാനം ഉണ്ടായി വരും. ഇത് വരുന്നതാണ്. ഓക്കെ, ഇതിനുള്ള ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ദേശീയഗാനം ചൊല്ലിച്ച പ്രശ്നം, കല്യാണം കഴിപ്പിച്ച പ്രശ്നം, ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയാണ് വർക്ക് ചെയ്യുക. വേറൊരു കാര്യം പറയാം. നമ്മൾ സാധാരണ പറയുമല്ലോ, സ്വന്തം വണ്ടി ഉണ്ടല്ലോ. ഓക്കെ, ഈ എൻ്റെ വണ്ടിയാണെന്ന് കണ്ടിട്ട് ഈ വണ്ടിയെ എല്ലാ ദിവസവും ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുമ്പോൾ അറിയാതെ എനിക്ക് ആ വണ്ടിയോടൊരു പ്രത്യേകത. ആരെങ്കിലും വന്നിട്ട് ആ വണ്ടിയുടെ സൈഡിലൊന്ന് പോറിക്കഴിഞ്ഞാലോ, അത് വണ്ടി ചീത്തയായതുകൊണ്ട് മാത്രമല്ല, ഞാൻ അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ടും അതിൻ്റെ ഫലമാണ്. എൻ്റെ മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്തില്ലേ, സുന്ദരി എന്ന് പറഞ്ഞ ഓട്ടോ, മനസ്സിലായില്ലേ? സ്വന്തം ഓട്ടോ, അത് സുന്ദരി എന്നാണ് വിളിക്കുക ഓട്ടോയ്ക്ക്. അതിനോടൊരു പ്രത്യേക സ്നേഹം. കാര്യം എന്നാ? ആ സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ത്? പൂജയിൽ കൂടെ ഈ അനുരാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചെയ്തു നോക്ക്, അപ്പം കിട്ടും. ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് സംശയമുണ്ട് എന്ന് പറയുന്നവരുണ്ട് എങ്കിൽ അവരോട് ഇത് ആചരിച്ച് നോക്കാൻ പറ. അറിയാതെ ആ കണക്ഷൻ ഉണ്ടാവും. ഞാനിത് വെറുതെ പറയുന്നതല്ല.
നമ്മൾ പറയുമല്ലോ വേദാന്തിൻ, അതല്ലെങ്കിൽ എന്താണ് ഭക്തൻ, കർമ്മയോഗി എന്നെല്ലാം പറയുമല്ലോ. ഞാനൊരു വലിയ ക്ഷേത്ര വിശ്വാസി അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, സ്ഥിരമായിട്ട് ആളുകളെ കൊണ്ട് ക്ഷേത്രത്തിലൊക്കെ പോകുന്നതാണെങ്കിലും എന്നെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്യിക്കുന്ന എൻ്റെ ഒരു വഴിയുണ്ട്, മനസ്സിലായില്ലേ? അത് ഓടി നടന്ന് പണിയെടുക്കുന്നു, അങ്ങനത്തെ വഴി എനിക്കാണ്. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ യാത്രയും ആ വ്രതവും ഇതെല്ലാം എന്താ നമ്മളെ ബന്ധിപ്പിക്കും, ഒരു കണക്ഷൻ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ ചെയ്തിരിക്കുക. ഇതെന്താണ് നമ്മൾ വിശദമായിട്ട് കാണും. ഓക്കെ, ഇത് വിശദമായിട്ട് കാണുന്നെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഭഗവാൻ ആരാണെന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല, അത് വരും ഇനിയുള്ള സ്ഥലങ്ങളിൽ. എങ്കിലും ഭഗവാൻ പ്രധാനമായിട്ടും ആചാര്യന്മാർ 4 ആസ്പെക്റ്റുകളിലാണ് തിരിച്ചിരിക്കുക. 4 തലങ്ങളിൽ ആസ്പെക്റ്റുകൾ. എന്താണ്? ഒന്ന് അബ്സല്യൂട്ട് ആസ്പെക്ട്. എന്താണത്? ആ പരമമായിട്ടുള്ള തത്വം, ബ്രഹ്മം എന്നുള്ള രീതി. ഇതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. എന്താ? സർവം ഖൽവിതം ബ്രഹ്മ, അതല്ലെങ്കിൽ ഈ കാണുന്നത് എല്ലാം ബ്രഹ്മം തന്നെയാണ്, ഞാനും ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്കാണ് ഉയരേണ്ടത്. അബ്സല്യൂട്ട് തലത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. ഓക്കെ, ഇനിയോ വേറൊരു ആസ്പെക്റ്റ്, ഒരു കോസ്മിക് ആസ്പെക്റ്റ് ആചാര്യന്മാർ പറയും. അതായത് ഭഗവാന് ആ തത്വത്തിന് ചില റോൾസ് ഒക്കെ നമ്മൾ കൊടുക്കും. എന്തൊക്കെ റോള്? സൃഷ്ടി, സ്ഥിതി, ലയം ഇത്യാദി കാര്യങ്ങളൊക്കെ. ഓക്കെ, വേറൊന്ന് ഒരു അവതാര ആസ്പെക്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പലതരത്തിലുള്ള അവതാരങ്ങളെന്നെല്ലാം കേട്ടിട്ടില്ലേ? നമ്മൾ ചില ആൾക്കാർ നോക്കി എന്ത് അവതാരമാടാ എന്ന് ചോദിക്കുന്നതല്ലാതെ പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. എന്താ? പൂർണ്ണാവതാരമുണ്ട്, ആവേശ അവതാരമുണ്ട്, നിത്യ അവതാരമുണ്ട്, കലാവതാരമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അവതാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട് പലതരത്തിൽ. അത് ഈ ദശാവതാരം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലതൊക്കെ ഭഗവാന്റെ അംശാവതാരം അല്ലെങ്കിൽ കലാവതാരമാണ്. ശ്രീകൃഷ്ണനാണ് പൂർണ്ണാവതാരമായിട്ട് പറയുക, പരശുരാമൻ ആവേശ അവതാരമാണെന്നല്ല ആചാര്യന്മാർ അതിനെ വിവക്ഷിക്കാറുണ്ട്. ഓക്കെ, പറയാറുണ്ട്. അപ്പോൾ ഒരു അവതാര ആസ്പെക്റ്റ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടുന്നത്. വേറൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ഇഷ്ടദേവതാ സങ്കല്പമുണ്ട്. ഇഷ്ടദേവതാ സങ്കല്പം. എന്തുകൊണ്ടേ ഇഷ്ടദേവത? നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഇഷ്ടദേവൻ കാണും. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇഷ്ടദേവതമാരുണ്ടോ? തലവലിക്ക് തന്നെ. സാധാരണ രീതിയിൽ എന്തായിരിക്കും ഇഷ്ടദേവത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ദേവനായിരിക്കും. ഇല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക്. ഞാനൊക്കെ പണ്ട് വിളിച്ചു എൻ്റെ പഴവീട്ടിലമ്മേ. കാര്യം വെച്ചാൽ പഴവീട്ടിലമ്മ എന്ന് പറയുന്ന അവിടെയാണ് ഞാൻ സ്ഥിരം അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ തെരഞ്ഞപ്പോഴാണ് എന്താ നമ്മുടെ ഇഷ്ടദേവത മാറിയത്. ഓക്കെ, അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? വേണമെങ്കിൽ മാറാം. ഒരു വീട്ടിൽ അച്ഛൻ്റെ ഒരു ഇഷ്ടദേവത, മകന് വേറെ ഇഷ്ടദേവത, ചേട്ടന് വേറെ ഇഷ്ടദേവത, അമ്മയ്ക്ക് വേറെ, ഇതെല്ലാം ആകാം, കുഴപ്പമില്ല. ആ രീതിയിലാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ദേവതാ സങ്കല്പത്തിനെ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടദേവത ആസ്പെക്ട് എന്താണ്? നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഭഗവാനെ പിടിക്കുക. ഇതും നമ്മുടെ കൾച്ചറിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ഇഷ്ടദേവതയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ഉയരാം. ഓക്കെ, തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇനി നാളെ അയ്യോ സ്വാമി അപ്പോൾ ഇഷ്ടദേവത പാടില്ലേ? അങ്ങനല്ല. ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾ ഇഷ്ടദേവതയിൽ നിന്ന് ഉയർന്ന അവതാരം, പിന്നെ കോസ്മിക് ലെവല്, പിന്നെ ഏറ്റവും അവസാനം അബ്സല്യൂട്ട് ആ ബ്രഹ്മത്തിനെ തന്നെ നമ്മളെന്താണ് ആരാധിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരും. അതൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടദേവത ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ നമ്മളെന്താണ് എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നതിലേക്ക് ഉയരും. ഇതിനുള്ള പടിയാണ് ഈ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ നമ്മുടെ ഒരു ഉപാസനയുടെ പ്രാധാന്യവും എന്താണ് ഉപാസനയെന്നും അറിയേണ്ടതുണ്ട്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാര്യം ഇതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പലപ്പോഴും ഇവിടെ മതങ്ങൾ തമ്മിലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? ഉപാസന ഭാരതത്തിൻ്റെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ വേദാന്തിയുടെ കൺസെപ്റ്റിൽ ഉപാസന എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ദീർഘകാലം നിരന്തരം ഏകചിന്തയോടുകൂടി തൈലധാരവത് ശാസ്ത്രവിധിപ്രകാരം മനസ്സിനെ ഔപാസ്യ വസ്തുവിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ് ഉപാസന. എന്താ? ദീർഘകാലം നിരന്തരം, വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട്, എനിക്ക് തോന്നുമ്പോൾ മാത്രമല്ല നിരന്തരമായിട്ട് ഏകചിന്തയോടുകൂടി.
ഒറ്റ ചിന്തയോടുകൂടി. ഏത് ചിന്ത? ആ ഉപാസിക്കുന്ന വസ്തുവിലേക്കുള്ള ഒറ്റ ചിന്തയോടെ, ഫുൾ ഫോക്കസോടുകൂടി. തൈലധാരവത്ത്, തൈലം ഒഴിക്കുമ്പോൾ, അതായത് ഇടമുറിയാത്തതുപോലെ എന്താണ്, ശാസ്ത്രവിധി പ്രകാരം ഞാൻ എൻ്റെ മനസ്സിനെ ഞാനൊരു ഔപാസ്യ വസ്തുവിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. സാമാന്യ അർത്ഥം എന്താ? അടുത്തിരിക്കുക എന്ന് നമ്മൾ പറയല്ലേ, ഉപാസനം, അടുത്തിരിക്കുക. എങ്ങനെ അടുത്തിരിക്കുക? ഇങ്ങനെ അടുത്തിരിക്കുകയല്ല, പിന്നെയോ ദീർഘകാലം നിരന്തരം ഏകചിന്തയോടുകൂടി തൈലധാരവത്ത് മനസ്സിനെ ഭഗവാന്റെ അടുത്തിരുത്തുക. ഈ ഉപാസന ആചാര്യന്മാർ പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട് എന്ന് പറയും. ഏതൊക്കെയാ 3 തരം? ഒന്ന് സഗുണ സാകാര ഉപാസന, സഗുണ നിരാകാര ഉപാസന, നിർഗുണ നിരാകാര ഉപാസന. സഗുണ സാകാര ഉപാസന, സഗുണ നിരാകാര ഉപാസന, നിർഗുണ നിരാകാര ഉപാസന. എന്ത് ഈ സഗുണ സാകാര ഉപാസന? പേര് സൂചിപ്പിക്കുന്ന കണക്ക് തന്നെ ഗുണസഹിതം ആകാരസഹിതം. ഓക്കെ ഓക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ ചോദ്യം? ഞാൻ പറയുന്ന ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് പറയണം. ഓക്കെ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഈശ്വരനേ ഉള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? ആദ്യത്തെയാണ്. ഓക്കെ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അല്ലാതെ ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശ്വരൻ മാത്രമല്ല, അപ്പോൾ നിൻ്റെ ഈശ്വരനോ എന്നെല്ലാം പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ എവിടെ കൊണ്ട് നിർത്തുകയെന്നറിയാമോ? ഈശ്വരനേ ഉള്ളൂ എന്നതിലേക്കാണ്. ഈശ്വരനേ ഉള്ളൂ എന്നതിലേക്കാണ്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ്. ഓക്കെ. അഭിന്ന നിമിത്തുപാധാരണ കാരണമായിട്ടുള്ള ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാര്യം നമുക്ക് അത്രയ്ക്കുള്ള വ്യക്തതയെ നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും ഈശ്വരനെ സ്മരിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ കഴിവിനനുസരിച്ചിട്ടേ നമുക്ക് ആ ഭഗവാനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഗംഭീരമായിട്ടുള്ള രസകരമായിട്ടുള്ള കഥകളൊക്കെ ചിന്മയാനന്ദ സ്വാമിജി പറയും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ളൊരു കഥ, പ്രത്യേകിച്ച് അടുത്തിടയ്ക്ക് ഞാൻ സിദ്ധവാരിയിൽ പോയ സമയത്ത് ഞാനിത് പലവട്ടം ഓർത്തതാണ്. എന്താണെന്നറിയോ? തപോവൻ സ്വാമിജിയും ചിന്മയാനന്ദ സ്വാമിജിയും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തപോവൻ സ്വാമിജി ഇങ്ങനെ നോക്കി നിൽക്കും മേഘങ്ങളെയൊക്കെ. എന്നിട്ട് പറയും മാഡ് പെയിൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം വരച്ചേക്കുന്ന കണക്കായിരിക്കത്തില്ല പിറ്റേ ദിവസത്തെ മേഘം, അല്ലേ? എന്ത് ഷെയ്ഡ് വ്യത്യാസങ്ങളായിരിക്കും. നമ്മളൊന്നുകൂടെ വരയ്ക്കാൻ നോക്കുമ്പോഴാണ് നടക്കത്തില്ല നമുക്കത്. ഓക്കെ. എന്തൊക്കെ ഡിസൈനുകളാണ് ഈ പ്രകൃതി. നമ്മൾ എവിടെ നോക്കിയാലും എന്താണ്, ആ ഭഗവാന്റെ കരവിരുത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും അതിൽ ഭഗവാനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം ചിന്മയാനന്ദ സ്വാമിജി പറയും, ഞാനിങ്ങനെ നോക്കി നിൽക്കും, എൻ്റെ ഗുരുദേവൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിതെന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കും എന്ന്. കാര്യം അവിടെ തപോവൻ സ്വാമിജി എന്താ ചെയ്യുക? ഈ എല്ലാത്തിലും ആ പ്രകൃതിയിൽ ഈശ്വരനെ കാണുക. ചിന്മയാനന്ദ സ്വാമിജി പറയാണ്, എനിക്കത് മനസ്സിലാകാതെ നോക്കി നിൽക്കും എന്ന്. ഓക്കെ. അങ്ങനെ നമുക്ക് ഉയരാൻ പറ്റുന്നൊരു സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം അതിനുള്ളൊരു കഴിവില്ല. ഇപ്പം എൻ്റെ അർത്ഥം പറ്റില്ല എന്നല്ല, ഇപ്പം പറ്റുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ട് ആചാര്യന്മാർ എന്ത് ചെയ്തു? നമ്മുടെ അടുക്കിലേക്ക് എല്ലാ രൂപങ്ങൾക്കും എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള ഭഗവാനെ ഒരു രൂപത്തിൻ്റെയും ഒരു ഗുണത്തിൻ്റെയും സഹിതമായിട്ട് മുമ്പിലോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഉപാസനയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീർഘകാലം നിരന്തര ഏകചിന്തയോടൊരു തൈലധാരവത്ത് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ശാസ്ത്രവിധി പ്രകാരം എന്നും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഇല്ലേ? അപ്പം ശാസ്ത്രത്തിൽ ആചാര്യന്മാരെന്ത് ചെയ്തു? നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു രൂപസഹിതമായിട്ട് ഒരു ഗുണസഹിതമായിട്ട് ആ ഈശ്വരനെ മുമ്പിലോട്ട് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് തുടങ്ങിക്കോ. എങ്ങനെ? ഗണേശൻ, ഗണപതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ എന്ത് വരും? ഒരു ആനയുടെ മുഖം വരും, ഒരു കൊടവേർ വരും, 4 കൈ വരും. ഇതിൽ ഗുണം എന്തുവാ? എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ്. ഗുണമാണ്. എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ആ ഗണേശൻ. പിന്നെന്താണ്? ഈ ആനയുടെ മുഖമുള്ള, തുമ്പിക്കൈയുള്ള, കൊടവയറുള്ള
2 കാല് മാത്രമുള്ള 4 കൈയുള്ള, ഒരു കൈയിൽ എന്താണ് മറ്റേ ആനത്തോട്ടിയും, മറ്റേ കൈയിൽ ഒരു കയറും, ഒരു കൈയിൽ മോദകവും, വേറൊരു കൈ കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗണേശനെ എൻ്റെ മനസ്സിലേക്ക് വരും. ആണോ അല്ലയോ? എളുപ്പമാണ്, കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. സരസ്വതി എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ള സാരി വരും, വീണ വരും. മറ്റേ രവിവർമ്മയുടെ പടമായത് കാരണം മയിൽ വരും. മയിലല്ല, സത്യത്തിൽ ഹംസമാണ്, മനസ്സിലായല്ലേ? രവിവർമ്മ അദ്ദേഹം ഒരു മയിലിനെ അടുത്ത് വരച്ച് വെച്ചേക്കുന്ന കാരണം ഞാൻ കണ്ടേക്കുന്ന ഫോട്ടോയിൽ മയിലായത് കാരണം മയിൽ പെട്ടെന്ന് വരും. മയിലല്ല, ഹംസമാണ് ദേവിയുടെ ഇത്. അല്ലെങ്കിൽ ഒരു താമരയിൽ ദേവി ഇരിക്കുന്നതായിട്ട് വരും. ഗുണം എന്തുവാ? വിദ്യയുടെ അധിപതിയാണ്. എനിക്കിത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. 2 + 2 = 4 എന്ന് നമ്മളിപ്പോൾ എളുപ്പത്തിൽ പറയുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്താ 2 in hand, 2 in mind, after 2, 3, 4 എന്ന് എണ്ണുക. ഇതേപോലെ ആധ്യാത്മികമായിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ ആചാര്യന്മാർ ശാസ്ത്രവിധി പ്രകാരം എൻ്റെ മുമ്പിലേക്ക് എങ്ങനെ വെച്ച് തന്നു? ഒരു ഗുണസഹിതമായിട്ട്, രൂപസഹിതമായിട്ട് വെച്ച് തന്നു. ഇതിൽ ഞാൻ ഉറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു രൂപത്തിൻ്റെ ആവശ്യമില്ലാതെ ഭഗവാനെ കാണാൻ പറ്റും. നമ്മൾ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ, ഇല്ല? ഗണേശൻ അതൊക്കെയാണ് രൂപമെങ്കിലും ചില സ്ഥലത്ത് ഒരു കല്ല് മാത്രമേ ഉള്ളൂ. ഗണേശനാ പൂജിച്ചു, നമുക്ക് ആ ഭാവം വരുന്നുണ്ട്. ആണോ അല്ലയോ? ഉണ്ട്. നമ്മൾ വിഗ്രഹാരാധകരല്ലേ? നമ്മളാണോ വിഗ്രഹാരാധകരാണോ? ആണോ ഹിന്ദുക്കൾ? സത്യം പറഞ്ഞാൽ നമുക്കെതിരെയുള്ള ഏറ്റവും വലിയ ഇത് എന്താണ്? നമുക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് എന്താ? നമ്മൾ വിഗ്രഹാരാധകരാണെന്നാ. അല്ല എന്നാ സത്യത്തിൽ. നിങ്ങളുടെ വീട്ടിലൊരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ കൈ ഒടിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ കൊണ്ട് കളയും. നമ്മൾ ആ വിഗ്രഹത്തിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ അത് പിടിച്ചോണ്ടിരിക്കത്തില്ലേ? ഇല്ല. നമ്മൾ ആ വിഗ്രഹത്തിനെ ഉപയോഗിച്ചിട്ട് ആ പരമാത്മാവിലേക്കുള്ളൊരു കണക്ഷനെ വെക്കുകയാണ് ചെയ്യുക. നമ്മൾ വിഗ്രഹാരാധകന്മാരല്ല. നമ്മൾ വിഗ്രഹത്തിനെ വിശേഷേണ ബൃഹതി, അതാ വിശേഷമായിട്ട് ആ ഉപകരണം കൊണ്ട് നമുക്ക് ആ പരമാത്മ തത്വത്തിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി വിട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്കെന്താ കല്ലിലും ഇങ്ങനെ ഒരു കല്ലിൽ ഇങ്ങനെ ഒരു ചെറിയ മാർക്ക് വീണാൽ തന്നെ നമ്മൾ എന്ത് പറയും? അതേ ഗണേശനെ കണക്കുണ്ട്, പൂജിക്കുക. മനസ്സിലായില്ലേ? നമുക്ക് എന്തിനേയും പൂജിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. ഇത് നമുക്കവിടെ ഗണേശനെ അവിടെ സ്ഥാപിക്കാം എന്നാണ്. എത്ര സ്ഥലങ്ങളാണ് സ്വയംഭൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കല്ല് മാത്രം കാണും. നമുക്ക് അവിടെ ആ ഭാവത്തിനെ കൊണ്ടുവരാൻ പറ്റും. കാര്യം ഭാവത്തിനാണ് പ്രാധാന്യം. സഗുണസാകാരത്തിൽ നിന്ന് പതിയെ നമ്മൾ ഉയരുമ്പോൾ നമുക്ക് സഗുണ നിരാകാരത്തിലേക്ക് പോകാൻ പറ്റും. ഈശ്വരൻ്റെ രൂപം എന്തുവാ? ഈശ്വരന് രൂപവും ഇല്ലേ? പക്ഷേ ഗുണമുണ്ട്. എന്താ ഗുണം? സർവശക്തിമാനാണ്, സർവജ്ഞനാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. പക്ഷെ എന്താ? ഒരു രൂപമില്ല. കണ്ട നിങ്ങളുടെ ഈശ്വരൻ. ചില ആൾക്കാർ പറയും എന്താ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈശ്വരനെ രൂപത്തിലായിട്ട് കാണാൻ പറ്റുക? അത് ഈശ്വരൻ്റെ കഴിവുകേടല്ലേ? നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനല്ല. കാര്യം എന്താ? കാര്യം ഒരു രൂപത്തിലേക്ക് വരാൻ കഴിയുന്നതും ഒരു കഴിവാണ്. അല്ലെങ്കിൽ ഒരു അവതാരം എടുക്കാൻ പറ്റുന്നതും ഒരു കഴിവാണ്. ചില ആൾക്കാരുണ്ട് എന്താ, എനിക്ക് മറ്റേ ഹൈ ക്ലാസ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റെപ്പ് പറ്റില്ല എന്ന് പറയത്തില്ലേ? ഇല്ല. ഒരു നല്ല ഡാൻസർ ആണെങ്കിൽ അയാൾക്ക് ഡിഫിക്കൽട്ട് സ്റ്റെപ്പും പറ്റണം, സിമ്പിൾ സ്റ്റെപ്പും പറ്റണം. എനിക്ക് അരൂപിയായിട്ട് മാത്രമേ ഈശ്വരൻ ഇരിക്കത്തുള്ളൂ, ഈശ്വരന് രൂപത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ്റെ ലിമിറ്റേഷനാണ്. അല്ലല്ല. നമ്മുടെ ഈശ്വരന്മാരെന്താ? അവർക്ക് നമുക്ക് പറ്റുന്ന, നമുക്ക് വേണ്ട രൂപത്തിൽ വരും നമ്മുടെ ഈശ്വരൻ. മനസ്സിലായാല്? ഈ ഭാവത്തിന് ഉണ്ടാക്കുക. സഗുണസാകാരത്തിൽ നിന്ന് സഗുണ നിരാകാരത്തിലേക്ക് ഉയരാം. പിന്നെയോ നിർഗുണ നിരാകാരത്തിലേക്ക് ഉയരാൻ പറ്റുന്ന ഉപാസനാക്രമങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളതിനെ ദീർഘകാലം നിരന്തരം ഏകചിന്തയോടുകൂടി തൈലധാരവത്ത് നമ്മൾ പൂജിക്കണം. ഓക്കെ. എന്നിട്ടോ അപ്പം ഒരു ചോദ്യം വരും, ഈ സിംബൽസ് ഒക്കെ സത്യമാണോ? ശാസ്ത്രമാണ് പ്രമാണം. അലൗകിക വിഷയെ വേദാഹ പ്രമാണം എന്നാണ്. നമ്മൾ വെറുതെ പറയുക മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഒരു സിംബോളിസം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ആർട്ട് ഓഫ് ഗോഡ് സിംബോളിസം എന്ന് പറഞ്ഞിട്ട് പൂജ്യ ഗുരുദേവൻ എഴുതിയൊരു ബുക്കുണ്ട്. ചെറിയൊരു ബുക്കാണ്, എനിക്കൊന്ന് 25 രൂപയോ 30 രൂപയോ കണ്ടുള്ളൂ. ചെറിയ ബുക്ക്. അല്ലെങ്കിൽ എന്താ, ഈശ്വരൻ്റെ രൂപകൽപ്പനയിലെ ചമത്കാരം, അതിൻ്റെ മലയാളമാണ്. ഓക്കെ. കാര്യം എന്താ? കാര്യം
ശ്രീകൃഷ്ണൻ. എന്താണ് ശ്രീകൃഷ്ണന്റെ സിംബോളിസം? എന്തിനാണ് മഞ്ഞപ്പട്ട്? എന്തുകൊണ്ടാണ് നീല നിറം? ഇന്നലെ ആരാണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പച്ച നിറമാണോ ശ്രീരാമനെന്ന്. ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരോ ചോദിച്ചേ? ഇന്നലെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇവിടെ. അത് ആരോ മറ്റേ ഇദ്ദേഹം ഇന്നലെ ആ ചെറിയ രാമായണം ബുക്ക് കൊണ്ടുവന്നില്ലേ, അദ്ദേഹം എൻ്റെ അടുക്കെ ചോദിച്ചു. എൻ്റെ അടുക്ക് ഒരാൾ പറഞ്ഞു ശ്രീരാമന് പച്ച നിറമാണെന്ന് ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടാ, ഇവിടെ ഭഗവാന് നമ്മൾ ചിലപ്പോൾ രൂപം കൊടുക്കും, ആ ഒരു നിറം കൊടുക്കും. ഈ നിറം വെറുതെ കൊടുക്കുന്നതല്ല, അതിനൊരു സിംബോളിസം ഉണ്ട്. അപ്പം ഇത് വളരെ എവിഡൻ്റ് ആണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വളരെ എവിഡൻ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ശരിക്കൊന്ന് നോക്കിയാൽ മതി. ആ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിനനുസരിച്ചിരിക്കും ആ നാട്ടുകാരുടെ ഒരു പ്രതീതി. മനസ്സിലായില്ലേ? അതായത് ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പല അമ്പലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകും. ശ്രീകൃഷ്ണൻ അമ്പലത്തിൻ്റെ എല്ലാം അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ, ശിവൻ്റെ പരമശിവനെല്ലാം ഉള്ള അമ്പലത്തിലെല്ലാം ആണെങ്കിൽ പിള്ളേർ കുറഞ്ഞ വട്ടം ഒരു ശാന്ത പ്രകൃതികളൊക്കെ ആയിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഈ തുറവൂർ അമ്പലത്തിൽ ക്ലാസ് എടുക്കാൻ പോയത്, നരസിംഹമോ എല്ലാം കുട്ടി നരസിംഹങ്ങളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന. ആലമ്പെന്ന് പറഞ്ഞാൽ അമ്മ. കാര്യം ഇവർ സ്ഥിരം ഉപാസിക്കുന്നത് പൂജിക്കുന്നത് ആ ഗുണമാണ്. നിങ്ങൾ ഒരു കള്ളനെ ഉപാസിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ കള്ളത്തരം വരുവേ. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തിനാണോ റിവേർ ചെയ്യുക അല്ലെങ്കിൽ ബഹുമാനിക്കുക, ഞാൻ അതിനെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ അറിയാതെ ആ ക്വാളിറ്റീസ് ഞാൻ പൊസസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ്. ഞാനപ്പം ശിവഭഗവാനെയാണ് പൂജിക്കുന്നതെങ്കിൽ ആ ഗുണത്തിനെയും കൂടെയാണ് ഞാൻ പൂജിക്കുക. ഭഗവാന്റെ ഗുണങ്ങളും കൂടെ ഞാൻ കൊണ്ടുവരുമെന്നാ. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇവര് ആരാണ് നമ്മുടെ മല്ല ഗുസ്തിയുടെ ആൾക്കാർക്ക് ആരാണ് അവരുടെ ഇഷ്ടദേവത? ഒരു ഹനുമാനെ വെക്കും. ഹരിനാം ശക്തിയാണ്. അവിടെ സരസ്വതിയെ വെച്ചിട്ട് കാര്യമില്ല എന്നൊന്നുമില്ല. പക്ഷെ ഒന്ന് ആലോചിക്കുക, സരസ്വതി ആണെങ്കിലോ ഇല്ല, അല്ലെങ്കിലോ കളരി പരമ്പര ദൈവങ്ങൾ ആരാ? ഭദ്രകാളിയൊക്കെയാ. കാര്യം ആ ഒരു വീര്യം വേണം അവിടെ, ആ വീരത വേണം. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ശരി മോനെ ക്ഷമിക്ക് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ല കൊടുക്കണ്ടേ. മനസ്സിലായില്ലേ? അവിടെ ആ രീതിക്കനുസരിച്ച് നമ്മുടെ മെൻ്റൽ ടെമ്പർമെൻ്റ് എങ്ങനെയാണോ, ഞാൻ എങ്ങനെയാണോ പുറത്തോട്ട് പ്രകടിപ്പിക്കേണ്ട, അതിനനുസരിച്ചിട്ടുള്ള ഉപാസ ദേവതകളാണ് എനിക്ക് വേണ്ടത്. ഇത് നമ്മുടെ ആചാര്യന്മാർ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ശാസ്ത്രമാണ് പ്രമാണം, വെറുതെ ഇവർ പറഞ്ഞു വെച്ചിരിക്കുക അല്ല. അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. 2, ഇങ്ങനെ സിംബോളൈസ് ചെയ്യുന്ന രീതിയിൽ ആചാര്യന്മാർ കണ്ടിട്ടുണ്ട് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആചാര്യന്മാർ കണ്ടിട്ടുണ്ട് എന്നാണ്. ഈ രീതിക്ക് കാണാൻ ശാസ്ത്രം പറഞ്ഞ മെത്തഡോളജി സ്വീകരിക്കണം. എന്താണ്? പൂജ, ജപം, ചിന്തനം. ഓക്കെ, പൂജ, ജപം, ചിന്തനം, അതാണ് നമ്മൾ കാണാൻ പോവുക. 5ാമത്തെ ശ്ലോകം. ഓക്കെ, ഇതുവരെ ഞാൻ പൂജയിലേക്ക് കടന്നില്ല അല്ലേ? ആദ്യം പൂജയെ പറ്റിയാണ് പറയുക. എന്താണ് പൂജ? ഓക്കെ, ഞാൻ ശ്ലോകം ചൊല്ലിത്തരാം. ജഗത ഈശധീ യുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം ജഗത ഈശധീ യുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. ഇവിടെ രമണ മഹർഷി പൂജയിൽ തന്നെ ഉയർന്ന പൂജയെ പറ്റിയാണ് പറയുക. എന്താ പറയുക? ഭഗവാനെ സേവിക്കുക എന്ന ഭാവത്തോടെ ലോകത്തെ സേവിക്കുന്നതാണ് അഷ്ടമൂർത്തികളുടെയും അധിപനായ ഭഗവാന്റെ യഥാർത്ഥ പൂജ, ആരാധന. എന്താ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ. എന്താ പൂജ? രമണ മഹർഷി പറയുക, ഈ ലോകത്തിനെ, നമ്മൾ ഈ കാണുന്ന ലോകമില്ലേ, ഈ ലോകത്തിനെ ഭഗവാനെ സേവിക്കുന്നത് പോലെ നമ്മൾ സേവിക്കുന്നതാണ് പൂജ, ഏറ്റവും മികച്ച പൂജ. ഇതെവിടെ കേട്ടിട്ടുണ്ടോ? പിന്നെ ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നല്ലേ. എന്താ നരസേവ, നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ. അതിൽ ചിന്മയാമിഷനിൽ പ്ലഡ്ജിൽ നമ്മൾ പറയും എന്താണ്? We believe that the service of our country is the service of Lord of Lords and devotion to the people is the devotion to the Supreme Self. അങ്ങനെ പറയും. ഇത് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞോ രമണ മഹർഷി പറഞ്ഞോ മാത്രമല്ല, ഇത് സത്യവും കൂടാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന പൂജ എന്താ? ഏറ്റവും ഉയർന്ന പൂജ ഈ ലോകത്തിനെ സേവിക്കുക. എങ്ങനെ? ഈ ലോകം ഭഗവാനാണ് എന്ന് കണ്ടിട്ട് സേവിക്കുക.
ഈ കാഴ്ചപ്പാട് വേറെ ലെവൽ കാഴ്ചപ്പാടാണ്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഇതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, അഷ്ടമൂർത്തി നമുക്ക് അറിയാൻ വരാത്തൊരു സാധനം, അതായതുകൊണ്ട് അതിൽ നമുക്ക് പിടിച്ചു തുടങ്ങാമെന്ന്. എന്താ അഷ്ടമൂർത്തി? 8 കാര്യങ്ങളാണ്. ഒന്ന് പഞ്ചഭൂതങ്ങൾ. എന്തൊക്കെയാ അത്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. 5 ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, പഞ്ചഭൂതങ്ങൾ. പിന്നെ 6ാമത്തെ സൂര്യൻ. ഓക്കെ, അഷ്ടമൂർത്തിയിൽ 6ാമത്തെ എന്താണ്? സൂര്യൻ. എല്ലാ നക്ഷത്ര സമൂഹത്തിനെയും ചേർക്കുന്നത്. പിന്നെയോ 7 ചന്ദ്രൻ, എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയൊക്കെ ചേർക്കുന്നതാണ് ചന്ദ്രൻ. പിന്നെയോ 8 ജീവൻ, ഇൻഡിവിജ്വൽ. ഈ 8 കാര്യങ്ങൾ ചേരുന്നതാണ് എന്ത്? അഷ്ടമൂർത്തി. അതായത് എല്ലാ സ്ഥാവര ജംഗമങ്ങളും, ഈ ലോകത്തിലുള്ള സകലതിനെയും ഈ 8ൻ്റെ അകത്ത് എന്താണ്? നമ്മളിത് വേറെ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാ ഖമ്മനോ ബുദ്ധിരേവജ എന്നെല്ലാം പറയുന്ന ശ്ലോകം തുടങ്ങുന്ന ഞാൻ വിട്ടുപോയി, 7ാം അധ്യായത്തിൽ ഇതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ഈ 8 കാര്യങ്ങൾ ഇത് എൻറ്റയർ കോസ്മോസാണ്. അപ്പം ചോദ്യം വരും, ഇതെങ്ങനെയാണ് എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക? എന്ത്? ഈ കാണുന്ന ജഗത്തിനെ എന്താണ് ഈ ഈശ്വരനായിട്ട് എങ്ങനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ വേദാന്തി വരും. എന്താ, ഈ ജഗത്ത് തന്നെ ഇല്ല എന്നല്ലേ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? നമ്മൾ വേദാന്തത്തിലേക്ക് വന്നില്ല, നമ്മളിപ്പോൾ ഭക്തിയുടെ ലെവലിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ എന്താ, ആചാര്യന്മാർ ഇതിനെ വ്യാഖ്യാനിക്കും. ജഗത്ത് എന്ന് പറയുന്നത് എന്താ? ജഗത്ത് അല്ലേ? ജായത്തെ, ജനിക്കുന്നത്. എന്തിൽ നിന്നാണ് ജനിക്കുന്നത്? ഗച്ഛതി തിഷ്ഠതി. അതായത് എല്ലാം ജനിക്കുന്നതും എല്ലാം ചലിക്കുന്നതും എല്ലാം നിൽക്കുന്നതും അതാണ് ജഗത്ത് എന്ന്. ജഗത്ത് ഒരു സൈഡിൽ, മറ്റേ ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിൽ ജഗത്ത്. ഇനി എന്താ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഉപനിഷത്തിൽ പറയും, സർവം ഖൽവിദം ബ്രഹ്മ തത് ജലാനിധി ശാന്ത ഉപാസിത. ശാന്ത, മോനെ ശാന്ത എന്ന് പറഞ്ഞ മോനെ, എന്താ നീ ഇത് മനസ്സിലാക്കുക. എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ? സർവം ഖൽവിദം ബ്രഹ്മ തത് ജലാൻ. ജലാൻ എന്ന് മനസ്സിലാക്കും. എന്താ ജലാൻ? ജ എന്ന് പറഞ്ഞാൽ തത് ജ. തത് ജ എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണോ ഉണ്ടായത്. ജ നമ്മൾ പറഞ്ഞില്ല, പങ്കജ, ചെളിയിൽ നിന്നുണ്ടായത്, അതാണ് ജ. തത് ല, എന്തിലാണോ ലീയതെ, വിലയം പ്രാപിക്കുന്നത്. തത് അൻ, എന്താണ്? ടു ബി അലൈവ്, ദാറ്റ് ബിക്കോസ് ഓഫ് വിച്ച് എവറിത്തിങ് ഈസ് സസ്റ്റെയിൻ. അതായത് നമ്മളെല്ലാം സസ്റ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൽ നിന്നാണോ എല്ലാം വരുന്നത്, എന്തിലാണോ എല്ലാം നിലനിൽക്കുന്നത്, എന്തിലേക്കാണോ എല്ലാം മടങ്ങിപ്പോകുന്നത്, അതാണ് ബ്രഹ്മം. നമ്മൾ ജഗത്തെന്ന് പറഞ്ഞു കണ്ടു. എന്താ ഈ ജഗത്തെന്നുള്ള പേര് വരാൻ കാരണം? എല്ലാം ജനിക്കുന്നതും പോകുന്നതും നിൽക്കുന്നതും ഇതിൻ്റെ അകത്തായതുകൊണ്ട് അത് ജഗത്ത്. എന്താണ് ബ്രഹ്മം എന്ന് ഉപനിഷത്ത് പറയാം? ഇത്. അങ്ങനെ വേണമെങ്കിൽ ഇനി ഇക്വേറ്റ് ചെയ്യാം, ബുദ്ധിപൂർവം എടുത്തു വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിപൂർവമായിട്ടല്ല ഇതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്നാണ് താല്പര്യം. കാര്യം നമ്മുടെ ചിന്തയിലേക്ക് ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഒരു വിഷൻ കൊണ്ടുവരണം. എന്താണ്? എല്ലാം ഈശ്വരനാണ് എന്നുള്ള വിഷൻ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? എല്ലാം വിഷനാണ്. എന്നിട്ടോ അതിനെ ഞാൻ അവരെ സേവിക്കുന്നത്, ലോകത്തിനെ സേവിക്കുന്നത് ഈശ്വര സേവ തന്നെയാണ് എന്ന് അത് ബോധ്യപ്പെടണം. ഇത് നമുക്ക് പെട്ടെന്ന് സാധിക്കാത്തത് കൊണ്ടാണ് പണ്ട് യേശു ക്രിസ്തു പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നിന്നെ പോലെ തന്നെ. കാര്യം അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്ന് ചോദിക്കണം. ക്ലാസ്സിൽ വരുന്നിരുന്ന ആൾക്കാരോടല്ല. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കൺസെപ്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എന്താ? നിന്നെ പോലെ തന്നെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. കാര്യം എന്താ? പലപ്പോഴും ഇന്നത്തെ ബുദ്ധിജീവികൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇവരിടയ്ക്കിടയ്ക്ക് അടിക്കും. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിനെ, ഹിന്ദുത്വത്തിനെ, ഹൈന്ദവ സംസ്കൃതിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയും, നിങ്ങൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ഭാരത രാജ്യം, ഭാരത രാഷ്ട്രം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇത് കോൺട്രഡിക്ടറി അല്ല. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും എത്തിപ്പെടേണ്ട കാഴ്ചപ്പാട് എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വസുധൈവ കുടുംബകം എന്നുള്ളതാണ് നമ്മുടെ ബേസ്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ സത്യം. പക്ഷെ ഒരു സുപ്രഭാതം നമുക്കിത് പറ്റില്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ വളരണം.
എനിക്ക് ചിലപ്പം എൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്തിനെ സ്നേഹിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കുക. ലോകത്തിനെ സ്നേഹിക്കുന്ന നമ്മൾ ഇവിടുന്ന് ഈ പറയുന്ന ബുദ്ധിജീവികളൊക്കെ ക്ലാസ് എടുക്കും, എന്നിട്ടോ അവരവരുടെ വർഗ്ഗ ശത്രുക്കൾക്കെതിരെ പടവ് ഉയരുകയും ചെയ്യും. ഇതെങ്ങനെ ശരിയാകുന്നത്? അത് ശരിയാകത്തില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഇത് വെറും തിയറി അല്ല, ഇത് ജീവിച്ച ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എന്ത് തന്നെ വിചാരിച്ചു, അത് വേദാന്തം പഠിച്ചോട്ടെ, ഭക്തി പഠിച്ചോട്ടെ, കർമ്മയോഗം പഠിച്ചോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മുടെ അവസാനം ആത്യന്തികമായിട്ട് നമ്മൾ എന്തിലേക്ക് എത്തേണ്ടത്? എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരെയും സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി. ഈ ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഈ ക്ലാസ്സിൽ വന്നതിൻ്റെ ഗുണം എന്താവണം? അല്ലെങ്കിൽ നിങ്ങൾ ചിന്മയ മിഷനിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫലം എന്താവണം? അത് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കലല്ല എന്ന് മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? ഗ്രൂപ്പാവും. കാര്യം നമ്മുടെ വാസന എങ്ങനെയാണേ. ഞാൻ ഈ മൈക്ക് വെച്ച് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കഥയാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മളിത് പഠിക്കേണ്ടതും ജീവിക്കേണ്ടതും ഇതാണ്. അതുകൊണ്ടാണ് രമണ മഹർഷി പറയാ, ലോകസേവയാണ് ഈശ്വര സേവ. ലോകത്തിനെ ഈശ്വരനായിട്ട് സേവിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പൂജ. നമുക്കിത് പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം കാര്യം എന്താ? നമ്മൾ ഓരോന്നിനും ഗ്രൂപ്പിനെ കാണും. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുണ്ട്, ഇഷ്ടമല്ലാത്ത ഗ്രൂപ്പുണ്ട്. ഇല്ല, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കും. ലോകത്തിനെ സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളെ സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്ക് എനിക്ക് ലോകത്തിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ഭഗവാനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ചോദ്യം വരിക. ഇതിനെയാണ് ചില ആൾക്കാർ പറയും, കണ്ട അവർ ഏത് സമയം വഴക്കിട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവൻ വലിയ ഭക്തനാണെന്നാണ് പറയുന്നതെന്ന്. ഈ തെറ്റില്ല. കാര്യം ഓരോരുത്തരും ഓരോ വളർച്ചയുടെ പാതയിലാണ്. അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അത്ര അയാളുടെ മനസ്സ് വികസിച്ചിട്ടുള്ളൂ. നമ്മുടെ മനസ്സ് എത്ര വികസിച്ചിട്ടുള്ളത് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. സത്യമായിട്ട് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാനും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇത് കണക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ അത് നമുക്കുള്ള ഒരകല്ലുകളാണ്. അങ്ങനെയല്ലേ, ഒരു ടച്ച് സ്റ്റോൺ, അങ്ങനെയാണ്. അതാണ് നമ്മൾ ഉറച്ചു നോക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. എനിക്ക് ലോകത്തിനെ പൂജിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം? എങ്ങനെ? ഭഗവാനായി കണ്ടുകൊണ്ട്? ഇല്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഒരുത്തൻ വട്ടം വെക്കുന്നത്, അപ്പം തന്നെ അവനുണ്ട് 2 ചീത്ത പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഇതാണല്ലേ. പിന്നെ എങ്ങനെയാണ്? പതുക്കെ പൂജയുടെ ബേസിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ഇതിലേക്കാണ് നമ്മൾ പൂജയിൽ എത്തേണ്ടതെങ്കിൽ നമ്മളെന്താ ബേസിക്കിൽ തുടങ്ങണം. എന്താ ബേസിക്കിൽ തുടങ്ങുക? ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. അതായത് അഷ്ടമൂർത്തി പൂജയാണ് എന്ന ഭാവത്തിൽ ജഗത്തിനെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ആ ഭഗവാനെ ഞാൻ സേവിക്കുന്നു എന്നുള്ള ഭാവത്തിൽ, പൂജിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ഞാൻ ഈ ലോകത്തിനെ പൂജിക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും മികച്ച പൂജ എന്ന് രമണ മഹർഷി പറഞ്ഞെങ്കിലും അതിലേക്കെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. എങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മൾ കാണുക. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ മനസ്സിന് ചില ചിട്ടകൾ, റൂൾസുകൾ കൊടുക്കണം. സത്യത്തിൽ പൂജയ്ക്ക് റൂൾസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കൈകൊണ്ട് നേരിട്ട് ഇത് സ്നേഹിക്കുന്ന സമയത്ത് റൂളില്ല, സ്നേഹത്തിന് റൂളില്ല. ഓക്കെ, നമ്മളങ്ങ് സ്നേഹിക്കുക. അല്ലാതെ നമ്മൾ ടൈം വെച്ചിട്ടാണോ സ്നേഹിക്കുക? അല്ല, അതങ്ങ് സ്നേഹിക്കുക. പക്ഷേ നമുക്കത് ഇപ്പം നാച്ചുറലായിട്ട് വരാത്തത് കൊണ്ട് ഇത് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ എന്ത് ചെയ്തു? അതിന് റൂൾസ് വെച്ചു. നമ്മുടെ പൂജ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തുവാ? കുളിച്ചേച്ച് വരണം. കുളിച്ചേച്ച് വരണം, അങ്ങനല്ലേ? കാര്യം എന്നാ? ശരീരശുദ്ധി ആവശ്യമാണ്. നമ്മൾ കുളിച്ചേച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സും ഒന്ന് ഫ്രഷ് ആകും. അയ്യോ സ്വാമി, ചിക്കൻ ബോക്സ് ഒന്നും കിടക്കുക, 21 ദിവസം കുളിക്കാൻ പറ്റില്ല, പൂജ ചെയ്യാൻ പാടില്ല. ചെയ്തോന്നാണ് പറയുന്നത്. നമ്മുടെ ആചാര്യന്മാർ ചെയ്യിക്കും. ഇല്ല, മാനസിക പൂജ ചെയ്തോ. അപ്പം ന്യായീകരണം പിടിച്ചോണ്ട് വരാം, കുളിക്കാത്ത ഞാൻ പൂജ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്താ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചില റൂൾസുകളുണ്ട്. കുളിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് നമ്മൾ പറയാൻ എന്താണ്, സ്ഥലശുദ്ധി വരുത്തണം. എല്ലായിടത്തും ഭഗവാനില്ലേ? ഉണ്ട്. കള്ളുഷാപ്പി ഭഗവാനുണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കള്ളുഷാപ്പി പോയിരുന്ന് പൂജ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അടുക്കളയിൽ പൂജ ചെയ്യാൻ പറ്റുമോ? അടുക്കളയിലും പൂജ ചെയ്യണം എന്നാ. പക്ഷെ പൂജ തന്നെയാണ് അവിടെ നടക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്താ, അവിടെ മുഴുവൻ എച്ചിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ, ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പൂജാമുറിയുടെ ആവശ്യം വരും. ഓക്കെ, അപ്പം എന്താ, ആ ഒരു റൂൾസ് വെക്കുന്നത് എന്തിനാണ്? നമ്മളെ അതിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റൂൾസ് വളരെ പ്രധാനമാണ്. വേറൊന്ന്, ഈ ഉപചാര ഇത്യാദി കാര്യങ്ങൾ.
ഇത് വളരെ പ്രധാനമാണ്. കാര്യം അങ്ങനൊരു ഭാവം വരുത്താൻ വേണ്ടിയിട്ട് ഈ ഉപചാരങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഷോഡശ ഉപചാര പൂജയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഗുരുദേവൻ്റെയൊക്കെ പാദപൂജ, ഇവരൊക്കെ പാദപൂജ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്താ, ഭഗവാനെ ഒരു അതിഥിയായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ വന്നാൽ, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുക, ആ തലത്തിലാണ് നമ്മൾ ഭഗവാനെ സ്വീകരിച്ച് പൂജിക്കുക എന്നാണ്. അപ്പം എങ്ങനെയാ, നമ്മുടെ വീട്ടിലൊരാൾ വന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കയറി ഇരിക്കുക ചേട്ടാ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മറ്റേ 2 ഇതുണ്ട്, ഇത് ഗ്രില്ല്, എന്നിട്ട് അപ്പുറത്ത് എന്താ പെട്ടെന്ന് പോകാനാണോ, ഓക്കെ അങ്ങനെ പറഞ്ഞു നോക്കോ എന്നുള്ള ലൈനായിരിക്കും ഇപ്പോൾ. പക്ഷേ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, പണ്ട് വീടിൻ്റെ വാതിൽക്ക് തന്നെ ഒരു കിണ്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടായിരിക്കും ആൾക്കാർ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ടായിരിക്കും വീട്ടിൽ കയറി വരുന്നത്. വന്നോ ഇരുന്നോ ഒന്നും പറയാതെ തന്നെ ഇവർ വീട്ടിൽ എന്തെങ്കിലും പോയി വെള്ളം എല്ലാം എടുത്ത് കൊടുക്കും. ഇപ്പോഴാണ് ചായ വേണമെന്ന് ചോദിക്കും. അപ്പോൾ വേണ്ടാന്ന് വെറുതെ ഒരു ഭംഗിക്ക് പറയുമ്പോൾ ശരി ചായ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങിരിക്കും. ആ ഒരു ലൈനൊക്കെ ആയിരിക്കും ചിലപ്പം. ഇല്ല, കാലം മാറിയേ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനല്ല, നമ്മുടെ ആചാര്യന്മാരെന്താ, ഇവിടെ ആദ്യം ആവാഹിക്കും. ഭഗവാനെ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷണിക്കുകയാണ്. ഹിയതിഷ്ഠ എന്നെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കൂ. ഓക്കെ, ഹിയസംഗീത അതെല്ലാം പറയാം കൊള്ളാം. എന്നിട്ടോ നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആസനം കൊടുക്കും, ഇരിപ്പിടം കൊടുക്കും, നല്ലൊരു ഇരിപ്പിടം. അപ്പം സത്യത്തിൽ ഇത് ഭാവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസം. അവിടെ എല്ലാത്തിനും അതേപോലെ, അതായത് ഒരു ചെറിയ സിംഹാസനം കൊണ്ടുവച്ച് അതിലേക്കായിരിക്കും ഭഗവാന്റെ വിഗ്രഹത്തിനെ കൊണ്ടുവെക്കുക. ഇവിടെ നമ്മൾ അങ്ങനൊന്നുമില്ല. ഇവിടെ നമുക്ക് എല്ലാവരും കുറച്ച് ജലവും അതേപോലെ ഇതുണ്ടെങ്കിൽ നമ്മൾ പരിപാടി നടത്തും. ഓക്കെ, പുഷ്പം, ആസനാർത്ഥേ പുഷ്പം സമർപ്പയാമി. അപ്പോൾ ആ ഭാവം വേണമെന്നാണ്. പക്ഷേ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മെക്കാനിക്കലാണ്. അങ്ങനല്ല, നമ്മളത് ആസനം സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ മുമ്പിൽ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് ഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ കാല് നമ്മൾ കഴിയിക്കും ആദ്യം. പിന്നെയോ കൈകൾ കഴിയിക്കും, അർഘ്യം. ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ തളിക്കത്തേ ഉള്ളൂ. പക്ഷെ എന്താ, ഭഗവാൻ നമ്മുടെ മുമ്പിലിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു ഭാവം. നമ്മളെ കഥ കേട്ടിട്ടില്ല, ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടോ, അച്ഛന് പോകാൻ പറ്റാഞ്ഞ സമയത്ത് കുഞ്ഞിനെ വിട്ടു. ആ സമയത്ത് ആ കുഞ്ഞ് ഭഗവാൻ നേദ്യം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഉടനെ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് അത് കഴിച്ചേച്ച് പോയി. ഈ എല്ലാ ദിവസവും പൂജിക്കുന്ന മെയിൻ പൂജാരി എന്ന് പറഞ്ഞ് നീ കള്ളത്തരം പറയാന്ന് ആ കഥ കേട്ടിട്ടില്ലേ നമ്മൾ സ്ഥിരമായിട്ട്. അതായത് കുട്ടിയുടെ കയ്യിൽ ഇതില്ല, ആ കൃഷ്ണൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് വിശ്വാസമായില്ല, ഒന്നുമല്ല നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല, നീ ആയിരിക്കും ഇത് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല കൃഷ്ണനാ കഴിച്ചേ. ആ പയ്യന് ആ ഭാവം വന്നു, ഭഗവാൻ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് അവൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഇറങ്ങി വന്നു എന്നാണ്. നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ എത്രത്തോളം ഈ ഭാവം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്നിട്ടോ കൈകൾ കഴുകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഭഗവാൻ ഇങ്ങനെ കൈ നീട്ടി തരുന്നതെന്ന് ആലോചിച്ച് നോക്കി. രാമകൃഷ്ണ പരമഹംസർ ദേവിയെ കാണുമായിരുന്നു എന്നാണ്. അതായത് ദേവി ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ ജട ഇങ്ങനെ ഉയർത്തി അവിടെ നടക്കുന്നത് ഇങ്ങനെ കാണുമായിരുന്നു. എന്താ ഭാവം എന്ന് ആലോചിച്ച് നോക്കൂ. കൈകൾ കഴിയിക്കും, അതിനുശേഷം ആചമനം ചെയ്യും, മുഖം കഴിക്കും, സ്നാനം ചെയ്യും, വസ്ത്രം കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ വസ്ത്രാർത്ഥ പുഷ്പം സമർപ്പയാമി പുഷ്പം കൊടുക്കും. പക്ഷെ ഇവിടെ ചിലപ്പോൾ ഗുരുവായൂർ പൂജയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാവ്യ വസ്ത്രം എടുത്തിട്ട് ഉടുപ്പിക്കും. വലിയ പൂജയൊക്കെ ആണെങ്കിൽ എന്താ, നമ്മൾ ചെറിയ അതിനെന്നാ പറയുന്നത്, ഉടയാടയൊക്കെ കെട്ടി ഗംഭീരാക്കും. പിന്നെ അലങ്കാരങ്ങൾ എഴുതിക്കും. ഇങ്ങനെ 16 ഉപചാരങ്ങൾ അർച്ചന ചെയ്യും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തത്തില്ലേ ആൾക്കാരെ. അതേ കഴിഞ്ഞിട്ട് എന്താ, കഴിക്കാനുള്ളത് കൊടുക്കും, നേദ്യം കൊടുക്കും, പിന്നെ ധൂപദീപ ഇത്യാദി കാര്യങ്ങളൊക്കെ. പിന്നെ രാജോപചാരം, വീട്ടിൽ പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ മോനേടാ ഒന്ന് ഗീത ചൊല്ലി കേൾപ്പിച്ചടാ എന്ന് പറയും. കാര്യം എന്താ, സത്യം പറഞ്ഞാൽ അത് ആ വന്ന ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് വെപ്പ്. പക്ഷെ ഇപ്പൊ കൊച്ചിന്റെ പരിപാടി കാണിക്കല എന്നുള്ള. എന്നിട്ട് നമ്മളെല്ലാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈശ്വര ഇത് മുഴുവൻ കേൾക്കേണ്ടി വരും എന്നുള്ള ലൈനാണ്. അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി പിള്ളേർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സത്യം പറഞ്ഞാൽ ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അതേ ഈ രാജോപചാരം എന്ന് പറയുന്നത് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ടില്ലേ, ഉത്സവത്തിന്റെ സമയത്ത് ആ എഴുന്നള്ളത്ത് രാജോപചാരത്തിന്റെ ഭാഗമാണെന്നാ. പഞ്ചാതിയോ അല്ലെങ്കിൽ മേള എല്ലാം വെച്ചിട്ട് ഭഗവാൻ എഴുന്നള്ളി നിന്ന് ഇത് കാണുന്നത്. ഈ ഭാവം ഉണ്ടാവണം. ആർക്കെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂജ ചെയ്ത് നോക്കി. ചെയ്താൽ നിങ്ങൾ കുറച്ച് ദിവസം പൂജ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ ഈ ഭാവം ഭഗവാനോട് നമുക്കുണ്ടാവും. ഈ റൂൾസിലാണ് പോകുന്നത് എങ്കിൽ. പക്ഷെ റൂളുണ്ടോ? ഇല്ല. അതാണ് എൻ്റെ കാര്യം. നിങ്ങളിപ്പോൾ കണ്ണപ്പ നായനാറിൻ്റെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ? ഒരു കാട്ടാളൻ അദ്ദേഹം ഭഗവാന്റെ ഇത് കണ്ടിട്ട് വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് തുപ്പിയ കഥ കേട്ടിട്ടില്ലേ?
കണ്ണപ്പ നായനാരുടെ കഥ, അല്ലെങ്കിൽ മാംസം കൊടുത്ത കഥയൊക്കെ കഥയുണ്ട്, ഇഷ്ടം പോലെ കഥകളുണ്ട് ഇങ്ങനത്തെ. ഭാവത്തിനാണ് ഭക്തിയിൽ പ്രധാനമെങ്കിലും ആ ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇത്തരത്തിലുള്ള റൂളുകൾ ആവശ്യമാണ്. ഉപചാരം, ഇത് വെറുതെ ഉപചാരം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പുറകിലൊരു ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫി വളരെ പ്രധാനമാണ്. 5+1 കാര്യങ്ങളാണ് നമ്മൾ സത്യത്തിൽ ഭഗവാൻ അർപ്പിക്കുക. എന്തൊക്കെ 5 കാര്യങ്ങൾ? ഈ 5+1 ഉണ്ടെങ്കിൽ നമുക്ക് പൂജിക്കാം. ജലം, ചന്ദനം, ഗന്ധം, ദീപം, ധൂപം, ചന്ദനത്തിരി, പുഷ്പം, +1 നൈവേദ്യം. 5+1. ഈ 5 എണ്ണം എന്താണ്? ഈ 5 എണ്ണം പഞ്ചഭൂതത്തിനെ സിംബോളൈസ് ചെയ്യുന്നതാണ്. പുഷ്പം എന്തിനെ സിംബോളൈസ് ചെയ്യുന്നതാണ്? ആകാശത്തിന്. ജലം ജലത്തിന്, ഗന്ധം ഭൂമിയെ, ചന്ദനം ഭൂമിയെ, പിന്നെന്തായിരുന്നു? അഗ്നി, ദീപം അഗ്നിയെ, പിന്നെന്തായിരുന്നു? ദീപം, ധൂപം, ജലം, ഗന്ധം, ദീപം, ധൂപം, ധൂപം വായുവിനെ. ഓക്കെ, ഈ 5 കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ 5 കാര്യമാണ് ഭഗവാന് സമർപ്പിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും? ആ നൈവേദ്യവും സമർപ്പിക്കും. ഈ നൈവേദ്യം എന്താണ്? നമ്മുടെ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് ധരിക്കരുതേ, ഞാൻ എന്നുള്ള ഭാവം. പക്ഷേ ഈ അഹങ്കാരം ഞാൻ തിരിച്ചെടുക്കും. ഇത് എങ്ങനെ എടുക്കും? പ്രസാദമായി കണ്ട് തിരിച്ചെടുക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ? അത് നൈവേദ്യമാണ്. തിരിച്ചെടുക്കുന്നത് നമ്മൾ. പക്ഷേ നമുക്ക് രണ്ടും പ്രസാദത്തിനുള്ള സാധനം റെഡിയായോ? കൊണ്ടുപോ, അതേ പ്രസാദം കൊടുക്കുക എന്ന് പറയും. പ്രസാദമല്ല, ഭഗവാന് നേദിച്ചതിന് ശേഷമാണ് ആ നേദ്യം പ്രസാദമാകുക. കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാവം വേണം, അഹം എന്നുള്ളൊരു ഭാവം വേണം. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? ഭഗവാൻ തൊട്ട് ശുദ്ധമാക്കിയതായിരിക്കണം. ഓക്കെ, ഭഗവാൻ തൊട്ട് ശുദ്ധമാക്കിയ ആ അഹങ്കാരം കൊണ്ട്, അഹങ്കാരം മലയാളത്തിലെ അഹങ്കാരമല്ല, ഞാൻ എന്നുള്ള ഭാവം കൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. ഇതാണ് ഫിലോസഫി പൂജയുടെ പുറകിലുള്ളത്. ഇനിയോ പൂജയുടെ ഈ ക്രമങ്ങൾ നമ്മുടെ ഉള്ളിൽ ആ ഭാവത്തിന് ഉണ്ടാകും. തുടക്കം ഇതായിരിക്കും. തുടക്കം എന്താണ്? എൻ്റെ ഇഷ്ടദേവനിലായിരിക്കും ഞാൻ പൂജിക്കുക. കാര്യം ആ ഇഷ്ടദേവനുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ഭഗവാൻ തരും. ഭഗവാനോട് ഞാനൊരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ടാക്കും, ബോണ്ടിങ് ഉണ്ടാക്കും. പതിയെ എനിക്കറിയാം. എന്താ നമ്മുടെ ഫിലോസഫിയിൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും ആ പരമാത്മാവാണ്, ഭഗവാൻ ഗണേശനും ആ പരമാത്മാവാണ്, ഭഗവാൻ ശ്രീരാമനും ആ പരമാത്മാവാണ്. അപ്പോൾ ഇഷ്ടദേവനിൽ ഞാൻ തുടങ്ങും, അതിൽ നിന്ന് ഞാൻ പതുക്കെ അവതാരത്തിലേക്കോ കോസ്മിക്കിലേക്കും അതും എൻ്റെ ഭഗവാൻ തന്നെയാണെന്ന് കാണാനുള്ള ഒരു വ്യാപ്തി എനിക്ക് പറ്റും. എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ കൾച്ചർ ഇവിടെ വെച്ചേക്കുന്നത്. ഒരേ ശിലയിൽ തന്നെയല്ലേ നമ്മൾ ദശാവതാരം ചേർത്ത്? ഒറ്റ ശിലയിൽ തന്നെയല്ലേ? ഒരു ദിവസം മത്സ്യമാണ്, രണ്ടാമത്തെ ദിവസം കൂർമ്മമാണ്. നമ്മൾ പറയുമോ തിരുമേനിയുടെ ഒരു കഴിവ്, എൻ്റെ ചേട്ടാ തിരുമേനി സൂപ്പറായിരിക്കും, പക്ഷെ ഇതെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് നമ്മുടെ ആചാര്യന്മാർ കാണിച്ചു തന്നിരില്ലേ? ചന്ദനം കൊണ്ട് തിരുമേനിയുടെ കഴിവിനെ നമ്മളവിടെ ഒന്ന് പ്രകീർത്തിക്കും, പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാട്ടിത്തരല്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഈ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഈ പൊട്ടത്തരത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വഴക്കിടുവോ? ബിസ്ക്കറ്റില്ലേ, പല ഷേപ്പിലുള്ള ബിസ്ക്കറ്റ്, അതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ആരെങ്കിലും വഴക്കിടുവോ? ഇല്ല. കൊച്ചു പിള്ളേർ വഴക്കിടും. എനിക്ക് മറ്റേ ജിറാഫിൻ്റെ കണക്കത്തെ ബിസ്ക്കറ്റ് വേണം, മറ്റോ പറയല്ലേ എനിക്ക് സിംഹത്തിൻ്റെ ബിസ്ക്കറ്റാണ് വേണ്ടത്. പക്ഷെ ഇതെല്ലാം ബിസ്ക്കറ്റാണെന്ന് നമുക്കറിയത്തില്ലേ? പൊടിഞ്ഞ ബിസ്ക്കറ്റിന് എനിക്ക് പൊടിഞ്ഞു, അത് കാരണം എനിക്ക് വേണ്ട എന്ന് നമ്മൾ പറയുമോ? ഇല്ല. പിള്ളേർക്ക് അങ്ങനെയല്ല, ജിറാഫിൻ്റെ ബിസ്ക്കറ്റ് പൊടിയാതെ തന്നെ അവന് വേണം. എന്ന് പറഞ്ഞ് വായിലോട്ട് കുത്തിക്കയറ്റും. അതാണ് അവൻ്റെ ഒരു സന്തോഷം. നമുക്കങ്ങനെയല്ല, ഇത് ഒടിഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്നാ? ഒടിഞ്ഞാൽ ഇത് ബിസ്ക്കറ്റ് തന്നെയാണ്, നമുക്കറിയാം. ആണല്ലോ? പിള്ളേരെ കൊണ്ട് നമ്മൾ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇങ്ങനെ മിക്കി മൗസിൻ്റെ കണക്കത്തെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? നമ്മളാണെങ്കിലും പെട്ടെന്നൊരു ദോശ ഉണ്ടാക്കി കഴിക്കും. അമ്മമാരാണ് കഷ്ടം. ഷേപ്പ് ഇല്ലാത്ത ദോശ കൂടുതൽ കഴിച്ചേക്കുന്നത് ചിലപ്പോൾ അമ്മമാരായിരിക്കും. പക്ഷെ അവർക്ക് ആ ദോശ കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലേ? ഇല്ല, ഷേപ്പ് ഉണ്ടേലേ എനിക്ക്. ഇല്ല, നമ്മളിത് കീറിയാണേ കഴിക്കുക. വീട്ടിൽ പലപ്പോഴും ഷേപ്പ് ഇല്ലാത്ത ദോശ ഏറ്റവും അവസാനം കഴിക്കുന്ന അമ്മമാരായിരിക്കും. പക്ഷെ ഷേപ്പ് ഉണ്ടെങ്കിൽ, കറക്റ്റ് വട്ടമാണെങ്കിലേ ചേട്ടൻ കഴിക്കുകയുള്ളൂ. മറ്റേ മിക്കി മൗസ് ആണെങ്കിലേ കൊച്ചൻ കഴിക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും അവസാനം കൊണ്ട് ഷേപ്പ് ഇല്ലാതെ 2-3 ദോശ ഉണ്ടാക്കി അമ്മ കഴിക്കും. പക്ഷെ ഇതെല്ലാം ദോശയാണോ? ഈ ഒരു ബോധ്യം നമുക്ക് അതിലുണ്ടോ? ഇതേ കാര്യമാണ് ആചാര്യന്മാർ ഈ പറഞ്ഞ കൺസെപ്റ്റുകളിൽ കൂടെ കൊണ്ടുവരിക.
ഇതിൽ കൂടെ ഞാൻ പതിയെ പതിയെ ഉപാസനയിൽ കൂടെ ഉയരുമ്പോൾ എനിക്ക് ബോധ്യമാകുന്നത് ഈ കാണുന്ന ലോകം മുഴുവൻ ആ പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ ലോകത്തിനെ സേവിക്കാൻ പറ്റും. കാര്യം എന്നാ സേവിക്കുക? ഈ ലോകമാണ് എനിക്കെല്ലാം നൽകിയതേ. ആ ജഗദീശ്വരനാണ് എനിക്കെല്ലാം നൽകിയത്. ഞാനിന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് നിനക്ക് ചിന്മയ മിഷന് വേണ്ടി സെർവ് ചെയ്യാൻ പറ്റുന്നത്? ഞാനിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിന്മയ മിഷനാണ് എന്നെ ഇങ്ങനെ ആക്കിയതേ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. അതേപോലെ ഈ ഭഗവാനാണ് എനിക്കിതെല്ലാം നൽകിയത് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാൻ കൊടുക്കും. ഇപ്പം എന്ത്? ഞാൻ ഈ ലോകത്തിനെ ആ ജഗദീശ്വരൻ തന്നെയാണ് എന്ന് കണ്ട്, ആ അഷ്ടമൂർത്തി വൃതാണെന്ന് കണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സേവിക്കും. അതാണ് ഏറ്റവും മികച്ച പൂജ. പൂജയുടെ പുറകിൽ ഈ ഫിലോസഫി ഉണ്ട്, പൂജയുടെ പുറകിൽ ഈ കർമ്മങ്ങളുണ്ട്. ഇതിന് മാത്രം ഒതുങ്ങിപ്പോകരുത്, നമ്മൾ ഉയരണം എന്നുള്ളതും കൂടെ. ഭക്തനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോകത്തിനെ മുഴുവൻ നമ്മൾ സേവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, പൂജ നമ്മൾ കണ്ടു. ഇനി എന്താണ്? ജപമുണ്ട്, ചിന്തനുണ്ട്, ഇങ്ങനെ കിടക്കാം. ഓക്കെ, ശരി. ബാക്കി നമ്മൾ നാളെ കാണും. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.